പറഞ്ഞല്ലോ, ബലിയറുക്കുക എന്നത് പുണ്യകർമ്മമാണ്. ഇതൊക്കെ ഈ മൃഗങ്ങളൊക്കെ അറുത്തിട്ടേ കഴിക്കാവുന്ന, ചത്തത് കഴിക്കരുത്. കഴിക്കാനുള്ളൊരു നിബന്ധനയാണ് അറവ് നടത്തുക. അറവ് നടത്തുക അള്ളാഹുവിൻ്റെ പേരുച്ചരിച്ചുകൊണ്ട്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 173-ാമത്തെ ആയത്ത്, ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത വദ്ദമ വലഹ്മൽ ഖിൻസീരി വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ് ഫമനിൽ തുറ ഗൈറ ബാഇൻ വലാ ആദിൻ ഫലാ ഇസ്മ അലൈഹി ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത, അല്ലാഹു നിങ്ങൾക്ക് ശവത്തെ നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. പാടുമാടൊട്ടകങ്ങളിൽ ചത്തതിനെ കഴിക്കാൻ പാടില്ല. കഴിക്കണോ അറുക്കണം, അറുത്തേ കഴിക്കാവൂ എന്ന് അള്ളാഹു നിബന്ധന വെച്ചിരിക്കുകയാണ്. വദ്ദമ, രക്തവും അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. വലഹ്മൽ ഖിൻസീർ, പന്നി മാംസവും അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ്, അള്ളാഹുവിൻ്റെ പേരല്ലാതെ മറ്റൊരു പേരുച്ചരിച്ചറുക്കപ്പെട്ടതും അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിൻ്റെ പേരുച്ചരിച്ചുകൊണ്ട് അറുക്കപ്പെട്ടത്, ദൈവനാമത്തിൽ അറുക്കപ്പെട്ടത് ഭക്ഷിക്കാവുന്നതാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. അറുക്കണം എന്നത് നിബന്ധനയാണ്. അപ്പൊ ചത്തത് ഭക്ഷിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. ആടുമാടൊട്ടകങ്ങളെ കഴിക്കേണ്ട രീതിയാണ് അള്ളാഹു പഠിപ്പിച്ചു തരുന്നത്. ഇത് ഖുർആനാണ്. ഇതൊക്കെ മാറ്റി വെക്കാനും കഴിയുമോ? മനുഷ്യർക്ക് അല്ലാഹു മാർഗദർശനം ചെയ്യാൻ ഇറക്കിയ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളാണ്. മാറ്റിവെക്കാൻ കഴിയും? അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ആരോഗ്യം ഭക്ഷണത്തിൽ നിർണയിച്ച പടച്ച റബ്ബ് പഴങ്ങൾ കഴിക്കാൻ, പച്ചക്കറികൾ കഴിക്കാൻ, മാംസം കഴിക്കാൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോഴാണ് ആരോഗ്യകരമായൊരു ജീവിതം സാധ്യമാവുക. ഇനി മാംസം കഴിക്കാതെ ജീവിച്ചുകൂടെ? ജീവിക്കാം, വിരോധമില്ല. മാംസം കഴിക്കൽ നിർബന്ധമാണെന്ന് അല്ലാഹു എവിടെയും പറഞ്ഞിട്ടുമില്ല. ഈ കാണുന്ന സംവിധാനമെല്ലാം മനുഷ്യർക്ക് അല്ലാഹു ചെയ്തു തന്നതാണ് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് ശ്രദ്ധിക്കണേ. ഒരു സുദീർഘമായ സമയം നമ്മുടെ മുമ്പിൽ സംസാരിക്കാനില്ലല്ലോ. നമുക്ക് ജുമാ നമസ്കാരത്തിനായി നമ്മുടെ നാടുകളിലേക്ക് എത്തിച്ചേരണം. റഹ്മാനുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹു നമ്മുടെ ജുമാ നമസ്കാരങ്ങളും നമ്മൾ നോമ്പുകളും എല്ലാം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അറവ് സംബന്ധമായി, മാംസാഹാര സംബന്ധമായി അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ചില ഭാഗങ്ങളാണ് ഞാൻ എടുത്തുദ്ധരിച്ചത്. എല്ലാം ഞാൻ പറഞ്ഞിട്ടില്ല. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു മാംസമെന്ന ഹദീസിൽ കാണാം. അതുതന്നെ റസൂലുള്ളാഹിക്ക് ആടിൻ്റെ കൊറുകായിരുന്നു കൂടുതൽ ഇഷ്ടവുമെന്ന് ഹദീസുകളിൽ സ്വഹാബികൾ പറഞ്ഞതായി കാണാൻ കഴിയും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു മാംസമെന്ന്. ഞാൻ പറഞ്ഞത് ആയത്തുകളിൽ അല്ലാഹു മാംസാഹാര സംബന്ധമായി പറഞ്ഞ ചില ആയത്തുകളാണ്. അപ്പം മാംസം ഭക്ഷിക്കാം. ഇനി ശ്രദ്ധിക്കണം നിങ്ങൾ, ഖുർആന്റെ അധ്യാപനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ വിഷയം ആടും മാടും നമ്മുടെ നാടും എന്നാണ്. ആടും മാടും നമ്മുടെ നാടും. ഇത് പരിശുദ്ധ ഖുർആന്റെ മാത്രം കാഴ്ചപ്പാടല്ല, അധ്യാപനങ്ങളല്ല, അള്ളാഹുവിൻ്റെ മാത്രം അധ്യാപനങ്ങളല്ല. ഹൈന്ദവ സഹോദരങ്ങൾ വിശ്വസിക്കുകയും അവരാചരിക്കുകയും ചെയ്യുന്ന ഹൈന്ദവ ധർമ്മങ്ങളുണ്ടല്ലോ. ഹൈന്ദവ ധർമ്മങ്ങൾ, ഹിന്ദുമതത്തിൻ്റെ ധർമ്മങ്ങൾ പഠിച്ചത് വേദങ്ങളാണ്, പഠിപ്പിക്കുന്നത് വേദങ്ങളാണ്, ഉപനിഷത്തുകളാണ്. ഋഷിമാരുടെയും മുനിമാരുടെയും ദേവവചനങ്ങൾ രേഖപ്പെടുത്തിയ ഋഷിമാരും മുനിമാരും അവർ രേഖപ്പെടുത്തിയ വേദഗ്രന്ഥങ്ങളിൽ ഇത് സംബന്ധമായി എന്ത് പറയുന്നു? ഹൈന്ദവ മതം ബലിക്കെതിരാണ്, മാംസഭക്ഷണത്തിനെതിരാണ്. ഹൈന്ദവനായാൽ, ഹിന്ദു മതവിശ്വാസിയായാൽ അവൻ സസ്യസ്ബുക്കാകണം. ഇങ്ങനെയൊക്കെ ചില ധാരണകൾ ഉണ്ടല്ലോ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ മാത്രമല്ല മാംസഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ഹൈന്ദവ സഹോദരങ്ങൾ വിശ്വസിക്കുന്ന അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണല്ലോ മനുസ്മൃതി. മനുസ്മൃതിയിലെ 5-ാം അധ്യായത്തിൽ 30-ാമത്തെയും 31-ാമത്തെയും വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അനുവദിക്കപ്പെട്ട മൃഗങ്ങളുടെ ഭക്ഷണം കഴിച്ചാൽ അത് പാപമല്ല.
അനുവദിക്കപ്പെട്ട മൃഗങ്ങളുടെ ഭക്ഷണം കഴിച്ചാൽ അത് പാപമല്ല. ദൈവം ചില മൃഗങ്ങളെ തിന്നാനും ചിലതിനെ തിന്നപ്പെടാനും വേണ്ടി സൃഷ്ടിച്ചവയാണ്. മനുസ്മൃതി 5-ാം അധ്യായം 30-31 വചനങ്ങളാണത്. ഇനി 31-ാം വചനത്തിൽ ഇങ്ങനെ കാണാം. 5-ാം അധ്യായത്തിലെ മനുസ്മൃതി 5-ാം അധ്യായത്തിലെ 31-ാമത്തെ വചനം, താങ്കൾ മൃഗബലി നടത്തിയാൽ പാപമല്ല ചെയ്യുന്നത്. താങ്കൾ മൃഗബലി നടത്തിയാൽ പാപമല്ല ചെയ്യുന്നത്. ശ്രദ്ധിക്കണേ, മൃഗങ്ങളെ ബലിയെറുക്കണം എന്നത്, ബലിയെറുക്കാം എന്ന നിർദ്ദേശം അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ മാത്രമല്ല, ഹൈന്ദവ ദർശനങ്ങളിൽ പോലും അവർ വിശ്വസിക്കുന്ന ദേവി ദേവന്മാർക്ക് വേണ്ടി ബലിയെറുക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളില്ലേ? എന്തിനെ ബലിയെറുക്കുന്നത്? ഉത്തരേന്ത്യയിൽ നിന്ന് പലപ്പോഴും വരുന്ന റിപ്പോർട്ടുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ? പെൺകുട്ടികളെ ദേവിയുടെ പ്രീതിക്ക് വേണ്ടി കുട്ടിയെ ബലിയെറുത്തോന്ന്, ദേവിയുടെ പ്രീതിക്ക് വേണ്ടി കുട്ടിയെ ബലിയെറുത്തോന്ന്, മനുഷ്യനെ ബലിയെറുത്തോന്ന്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചത് ദൈവപ്രീതിക്കായി, അള്ളാഹുവിൻ്റെ പ്രീതിക്കായി നിങ്ങൾക്ക് ബലിയെറുക്കാം, പക്ഷേ മനുഷ്യനെ അറുക്കരുത്, മൃഗങ്ങളെ അറുക്കാമെന്ന്. അള്ളാഹുവിൻ്റെ ദീനാണോ ഗൗരവം കുറച്ചു പറഞ്ഞത്? അതോ മറ്റു സംവിധാനങ്ങളാണോ, മറ്റു ആശയങ്ങളാണോ? അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി നിങ്ങൾ ബലിയെറുക്കുകയാണോ? മൃഗങ്ങളെ നിങ്ങൾക്ക് ബലിയെറുക്കാവുന്നതാണെന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചല്ലോ. ഇതേ മനുസ്മൃതിയിലെ 5-ാം അധ്യായം 39-40 വചനം, ദൈവം ചില മൃഗങ്ങളെ ബലിയർപ്പിക്കപ്പെടാൻ വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. മൃഗബലി നടത്തിയാൽ അത് കൊലപാതകമല്ല. ദൈവം ചില മൃഗങ്ങളെ ബലിയർപ്പിക്കാൻ വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. മൃഗബലി നടത്തിയാൽ അത് കൊലപാതകം എന്ന് പറയാൻ പറ്റൂല. ശരിയല്ലേ? മൃഗബലി നടത്തിയാൽ കൊലപാതകം എന്ന് പറയാൻ പറ്റൂല. അത് നമ്മളെ ഇതിൽ കൂടുന്നാൽ ഉദയത്തെടുത്താൽ കൊലപാതകം ചെയ്തു, ഒരു മൃഗത്തെ കൊന്നു എന്ന് പറയാൻ പറ്റൂല. പിന്നെയോ ഇതേ മനുസ്മൃതിയിൽ 41-42 വചനം, അറിവുള്ള ബ്രാഹ്മണൻ ബലിയർപ്പിച്ചാൽ ബ്രാഹ്മണനും ബലിയർപ്പിക്കപ്പെട്ട മൃഗവും സ്വർഗത്തിൽ പോകും. ഇതൊക്കെ നമുക്ക് തോന്നുമ്പോഴേ, ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ തോന്നുന്നത് ഈ സന്ദേശങ്ങളൊക്കെ പണ്ട് തൗഹീദിൽ നിന്ന്, തൗഹീദിൻ്റെ അടിത്തറയായിരുന്നു. പിന്നെ മാറ്റങ്ങൾക്ക് വിധേയമായി ബഹുദൈവ വിശ്വാസങ്ങളിലേക്ക് എത്തിച്ചേർന്നതാണ് എന്ന് തോന്നിപ്പോവുകയാണ്. ബ്രാഹ്മണൻ ബലിയറുത്താൽ, അറിവുള്ള ബ്രാഹ്മണൻ ബലിയറുത്താൽ ബലിയറുത്ത ബ്രാഹ്മണനും ബലിയറുക്കപ്പെട്ട മൃഗവും സ്വർഗത്തിൽ പോകും. ഹൈന്ദവ സഹോദരങ്ങൾ വിശ്വസിക്കുന്ന മറ്റൊരു ഗ്രന്ഥമാണല്ലോ ഋഗ്വേദം, മറ്റൊരു വേദമാണല്ലോ ഋഗ്വേദം. ഋഗ്വേദം 10-ാം പുസ്തകം 27-ാം ഗീതം 2-ാം മന്ത്രം. എന്താ അതിൽ പറയുന്നത്? ഞാൻ നടക്കാൻ പോവുകയാണ്, തിരിച്ചു വരുമ്പോഴേക്ക് വലിയ കാളയെ തയ്യാറാക്കുക. ഇനി നോക്കൂ നിങ്ങൾ, അതേ ഋഗ്വേദം 10-ാം പുസ്തകം 28-ാം ഗീതം 4-ാം മന്ത്രം. ഇന്ദ്രൻ പറയുന്നു, എനിക്ക് തിന്നാൻ കാളയെ തയ്യാറാക്കുക. മഹാഭാരതം അനുശാസപർവം 88-ാം അധ്യായം ഇതേ വചനം കാണാം. എനിക്ക് തിന്നാൻ, ഇന്ദ്രൻ പറയുന്നു, എനിക്ക് തിന്നാൻ കാളയെ തയ്യാറാക്കുക. ഇനി നോക്കൂ നിങ്ങൾ, മനുസ്മൃതി 3-ാം അധ്യായം 266-277 വചനങ്ങളിൽ കാണാം. യുധിഷ്ഠിരർ ഭീമരോട് ചോദിച്ചു, പൂർവികർ തൃപ്തരാവാൻ പൂജയിൽ ഞാൻ അവർക്ക് എന്താണ് ചെയ്യേണ്ടത്? യുധിഷ്ഠിരർ ഭീഷ്മരോട് ചോദിച്ചു, പൂർവികർ തൃപ്തരാവാൻ പൂജയിൽ ഞാൻ എന്താണ് അവർക്ക് ചെയ്യേണ്ടത്, ബലി കഴിപ്പിക്കേണ്ടത്? അപ്പൊ ഭീഷ്മൻ പറഞ്ഞു കൊടുത്തു, പച്ചക്കറി നീ കൊടുത്താൽ 1 മാസം അവർ സംതൃപ്തരാകും, മത്സ്യം കൊടുത്താൽ 2 മാസം സംതൃപ്തരാകും, മാംസം കൊടുത്താൽ 3 മാസം സംതൃപ്തരാകും, മുഴൽ കൊടുത്താൽ, മുഴലിനെ അറുത്തു കൊടുത്താൽ 4 മാസം സംതൃപ്തരാകും, നീ ആട്ടിറച്ചു കൊടുത്താൽ 5 മാസം നിന്റെ പൂർവികർ സംതൃപ്തരാകും, ചിക്കൻ കൊടുത്താൽ, കോഴിയിറച്ചി നീ കൊടുത്താൽ 6 മാസം അവർ സംതൃപ്തരാകും, മാൻ മാംസം നീ കൊടുത്താൽ, മാനിറച്ചി നീ കൊടുത്താൽ
അതായത് പൂജയിൽ നീ മാനിറച്ച് നീ നൽകിയാൽ 7 മാസം സംതൃപ്തരാവും. പക്ഷിമാംസം നീ കൊടുത്താൽ, പക്ഷിയെ കൊടുത്താൽ 8 മാസം സംതൃപ്തരാവും. പോത്തിനെ കൊടുത്താൽ 11 മാസം സംതൃപ്തരാകും. കണ്ട പശുവിനെ കൊടുത്താൽ 12 മാസം സംതൃപ്തരാവും. കണ്ടാമൃഗത്തെ കൊടുത്താൽ എക്കാലവും സംതൃപ്തരാവും. അപ്പോൾ ബലി കഴിക്കുക, അറുക്കുക എന്നത് കേവലം ഇസ്ലാമിൽ മാത്രമുള്ള ചര്യയല്ല. മൃഗങ്ങളെ അറുക്കുക എന്നത് പരിശുദ്ധ ഇസ്ലാം മാത്രം പഠിപ്പിച്ചതല്ല. അത് ഹൈന്ദവ സഹോദരങ്ങളുടെ വേദഗ്രന്ഥങ്ങളിലുണ്ട്. മൃഗങ്ങളെ അറുക്കാം, ബലി കഴിപ്പിക്കാം, മാംസം കഴിക്കാം എന്നൊക്കെ. ഇനി ശ്രദ്ധിക്കൂ നിങ്ങൾ. ഇനി നമ്മൾ പറയുന്നത് ഹൈന്ദവ സഹോദരങ്ങളുടെ അവർ ഏറെ ആദരിക്കുന്ന ഒരു വേദഗ്രന്ഥമാണല്ലോ ഭഗവത്ഗീത. ഭഗവത്ഗീതയിലെ 6-ാം അധ്യായത്തിൽ പറയുന്നത് ഏതാഹാരമാണ് കഴിക്കേണ്ടത്? യുക്താഹാരം. ഏതാഹാരമാണ് കഴിക്കേണ്ടത്? യുക്താഹാരം എന്ന് കാണാം. എന്താണ് യുക്താഹാരം എന്ന് പറഞ്ഞാൽ? ഭഗവത്ഗീത ഹൈന്ദവ സഹോദരങ്ങളേറെ ബഹുമാനത്തോടെ കാണുന്ന ഗ്രന്ഥമാണല്ലോ അത്. അതിലെ 6-ാം അധ്യായത്തിൽ കഴിക്കേണ്ടതെന്ന് പറയുന്നിടത്ത് യുക്താഹാരം എന്നേ പറഞ്ഞുള്ളൂ, അല്ലാതെ സസ്യാഹാരം എന്ന് പറഞ്ഞിട്ടില്ല. യുക്താഹാരം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? യുക്തെന്ന് പറഞ്ഞാൽ നിയത, പരിമാണവോ. നിയതം എന്ന് പറഞ്ഞാൽ നല്ലത്. ഇപ്പൊ കഴിക്കേണ്ടത് യുക്താഹാരം എന്ന് പറഞ്ഞാൽ നല്ല ആഹാരം, നിയതെന്ന് പറഞ്ഞാൽ നല്ലത്, യോജിച്ചത് എന്നൊക്കെയാണ് അർത്ഥം. നിയതാഹാരമാണ് കഴിക്കേണ്ടത്. യോജിച്ച ആഹാരം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് യോജിച്ച ആഹാരം ഏതാണോ അതാണ് കഴിക്കേണ്ടത്. അതാണ് ഒരാളുടെ ദഹന പ്രക്രിയയോട് യോജിച്ച ആഹാരം ഏതാണോ അത് കഴിക്കണം. അപ്പൊ ചില ആളുകൾക്ക് മാംസം അത്ര ദഹിച്ചോളുന്നില്ല, അപ്പോൾ അയാൾ മാംസം ഒഴിവാക്കാം. മാംസാഹാരം കഴിച്ചാൽ ദഹന പ്രക്രിയക്ക് തകരാറില്ല, അയാൾക്ക് മാംസം കഴിക്കാം. ഇന്നത് കഴിക്കണം എന്ന് പറഞ്ഞിട്ടില്ല, യോജിച്ച ആഹാരം കഴിക്കണമെന്നേ പറഞ്ഞുള്ളൂ. ഹിതമായ ആഹാരം, നിയതമായ ആഹാരം. പരിമാണാവോ എന്ന് പറഞ്ഞാൽ അളന്ന് തിട്ടപ്പെടുത്തിയത്. ശ്രദ്ധിക്കണേ, അളന്ന് തിട്ടപ്പെടുത്തിയ ഭക്ഷണം കഴിക്കണം. ഏത്? യുക്തമായത്. അളന്ന് തിട്ടപ്പെടുത്തിയത് തന്നെ വയറച്ച് കഴിക്കരുത്. അത് എല്ലാ മതത്തിലും പറയുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ. റസൂലുള്ള പറഞ്ഞതെന്താ? അമിതമായി കഴിക്കരുത്. റസൂലുള്ള പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തുമീതു ഖുലൂബകും, നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കൊന്നുകളയരുത്. ബികഥറത്തിൽ അക്ലി വശുർബ്, ധാരാളം തിന്നുകയും കുടിക്കുകയും ചെയ്തിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കൊന്നുകളയരുത്. അപ്പൊ അമിതാഹാരം ഉണ്ടായ ഹാർട്ടിനാണ് പ്രശ്നം വരിക. അമിത ഭോജനം ഉണ്ടായ ഹാർട്ടിന് കുഴപ്പം വരുന്നു. 14 നൂറ്റാണ്ട് മുമ്പ് ഒരു വിദ്യാലയത്തിന്റെ പടി പോലും കയറിയിട്ടില്ലാത്ത പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂൽ പറഞ്ഞല്ലോ, ബിഹസ്ബിംറിഇൻ, ഒരു മനുഷ്യന് മതി. ഒരു മനുഷ്യൻ എത്ര ഭക്ഷണം മതി? ലുഖൈമാതുൻ, ലുഖുമാത്തൊന്നുമല്ല പറഞ്ഞ്, ലുഖൈമാതുൻ, ചില ഏതാനും പിടി ഭക്ഷണം മതി. യുഖിംന സുൽബ, അവന്റെ മുതുകിനെ നിവർത്തി നിർത്താൻ അനുവദിക്കുന്ന രീതിയിലുള്ള ഏതാനും പിടി ഭക്ഷണം മതി ഒരാൾക്ക്. ഫഇൻ കാന ലാ ബുദ്ദ ഫാഇലൻ, അങ്ങനൊന്ന് ഭക്ഷണം കഴിച്ചു നോക്കുകയാണെങ്കിൽ ഒരു അസുഖം ഉണ്ടാവില്ല. ഫഇൻ കാന ലാ ബുദ്ദ ഫാഇലൻ, ഇനി ഒരാൾക്ക് കൂടാതെ കഴിയുന്നില്ല എങ്കിൽ സുലുസുൽ ലിതആം, വയറിന്റെ 1/3 ഭാഗം ഭക്ഷണം, വസുലുസുൽ ലിശറാബ്, 1/3 വെള്ളത്തിന് വേണ്ടി, വസുലുസുൽ ലിനഫസി, 1/3 ശ്വസിക്കാനോ ഉച്ഛ്വസിക്കാനോ. ഞങ്ങൾ ഇതിലും പറഞ്ഞ എന്താ? ഇതിൽ പറഞ്ഞത് യുക്താഹാരം. യുക്തെന്ന് പറഞ്ഞാൽ നിയത, യോജിച്ചത്. പിന്നെയോ പരിമാണാവോ എന്ന് പറഞ്ഞാൽ അളന്നു തിട്ടപ്പെടുത്തിയത്. അപ്പൊ യോജിച്ച ഭക്ഷണം
കുറച്ച് അളവിൽ കഴിക്കുക. അത് മാംസാണെ മാംസം കഴിക്കുക, പച്ചക്കറിനെ പച്ചക്കറി കഴിക്കുക. ഇനി നോക്കൂ നിങ്ങൾ, ഏതൊരു ഭക്ഷണവും 3 രീതിയിലാണ്. ഭഗവത്ഗീത 17-ാം അധ്യായം എന്താ? സ്വാദികം, രാജസികം, താമസികം. ഭക്ഷണത്തെ 3 രീതിയിൽ തിരിച്ചിട്ടുണ്ട്. സ്വാത്തികം, അതേപോലെ രാജസികം, താമസികം. സ്വാത്തികം എന്ന് പറഞ്ഞാൽ രസ്യാഹ. രസ്യാഹ, രസ്യാഹ എന്ന് പറഞ്ഞാൽ രസമുള്ളത്. അപ്പൊ കഴിക്കേണ്ടത് രസമുള്ള ഭക്ഷണം, രുചിയുള്ള ഭക്ഷണം. രസമുള്ള ഭക്ഷണമാണോ അല്ലേന്ന് തീരുമാനിക്കലാരാ? പള്ളിയിലെ ഖത്തീബ അല്ല. എനിക്ക് രസമുള്ളതാവില്ല, ഒരുക്ക് രസം. ഒരുക്ക് രസമുള്ളതാവില്ല, ഒരുക്ക് രസം. എല്ലാവർക്കും ഒരേ രസമായിരുന്നെങ്കിൽ എല്ലാവരും ഓരോ ഹോട്ടലിലല്ലേ പോകുള്ളൂ. കണ്ണൂർ ഒരു വേറെ ഹോട്ടലൊക്കെ പൂട്ടി പോണ്ടിവരില്ലേ? ഇപ്പം രസം, രുചി വ്യത്യസ്തമാണ്. ഭഗവത്ഗീത പറയുന്നത് രസമുള്ള ഭക്ഷണം കഴിക്കാം, അതാണ് സ്വാത്തികം. രസമുള്ള ഭക്ഷണം. രസമുള്ള ഭക്ഷണത്തിൽ സ്നിഗ്ധാഹ, കൊഴുപ്പുള്ള ഭക്ഷണം എന്നുകൂടെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. പച്ചക്കറിയിൽ കൊഴുപ്പില്ലല്ലോ, അപ്പൊ കൊഴുപ്പുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ മാംസഭക്ഷണം എന്നാണ്. അപ്പൊ മാംസഭക്ഷണം കഴിക്കുന്നതിന് ഭഗവത്ഗീത പോലും എതിരല്ല. മുസ്ലിങ്ങളെ മാത്രം ചൂണ്ടിയിട്ട് മാംസം തിന്നുന്ന ആളുകളെ എന്ന് പറയുന്നതും ശരിയല്ല. മാംസം ഭക്ഷിക്കാമെന്ന് ഖുർആൻ മാത്രമല്ല പറഞ്ഞത്, ഹൈന്ദവ സഹോദരങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അവരുടെ വേദഗ്രന്ഥങ്ങളും മതഗ്രന്ഥങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ രണ്ടാമത്തെ ഭക്ഷണം ഏതാ? രാജസികം. രാജസികം എന്ന് പറഞ്ഞാൽ എന്താ? സ്പൈസി ഫുഡ്. സ്പൈസി ഫുഡ്. നമ്മൾ കേരളക്കാരൊക്കെ അധികവും സ്പൈസിയാണ് കഴിക്കുക അല്ലേ? അറബികളൊക്കെ സ്പൈസി അല്ല കഴിക്കുക. സ്പൈസിയാ അപ്പം അങ്ങനെ ആയോ? നമുക്ക് സ്പൈസി ഫുഡാണ് രാജസികം. ഇനി മൂന്നാമതൊരു ഭക്ഷണമുണ്ട്, അതിവിടെ പറയൽ സാന്ദർഭികമായി നല്ലതാന്ന് തോന്നുകയാണ് എനിക്ക്. താമസികം എന്നാണ് അതിൻ്റെ അർത്ഥം. താമസികം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യാമമാത്ര ദൂഷിതം എന്നാണ്. യാമമാത്ര ദൂഷിതം. യാമമാത്ര എന്ന് പറഞ്ഞാൽ താമസിച്ചത്, താമസിച്ചു പോയ ഭക്ഷണം. അപ്പം ഉണ്ടാക്കിയിട്ട് എന്തു ചെയ്തു? ഫ്രിഡ്ജിൽ വെച്ചു. ഇന്നുണ്ടാക്കി നാളെടുത്ത് കഴിച്ചു. ചെയ്യരുത്, ചെയ്യരുത്. അതാണ് താമസികം. യാമമാത്ര ദൂഷിതം, താമസിച്ച് കഴിക്കുന്ന ഭക്ഷണം. ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഒരു 4 മണിക്കൂർ 3 മണിക്കൂറിനകത്ത് കഴിക്കണം എന്നാ. അപ്പോൾ അത്താഴം നോമ്പ് തുറക്കാനുള്ളത് എല്ലാം കൂടി വൈകുന്നേരം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കരുത്. കുറച്ച് ബുദ്ധിമുട്ടിയാലും ശരി, പുലർച്ചെ എഴുന്നേറ്റ് ഉണ്ടാക്കിയിട്ട് കഴിക്കലാണ് ആരോഗ്യദായകം. മുഅ്മിനിന്റെ ഭക്ഷണം, മുഅ്മിനിന്റെ അത്തായം, ഈത്തപ്പഴം എത്ര നല്ല അത്തായമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അപ്പോൾ താമസിച്ചത് കഴിക്കരുത്. പിന്നെയോ ദൂഷിതം. ദൂഷിതം തന്നെ ദുഷിച്ചത്. പഴയ കാലത്ത് പറയും പുളിച്ചത് എന്ന്. ഇപ്പോഴത്തെ കുട്ടിയൊക്കെ പുളിച്ചതെന്ന് പറഞ്ഞാൽ തിരിയില്ല. അത് ഈ ഫ്രിഡ്ജ് വന്നതിന് ശേഷം പുളിച്ചത് എന്നുള്ളത് ഇല്ലാതായി. അവൾക്ക് മനസ്സിലാവില്ല. അപ്പം അങ്ങനത്തെ ഭക്ഷണം കഴിക്കരുത്. കൃത്യമായി ഭഗവത്ഗീതയിൽ ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെ, പാകം ചെയ്യേണ്ട സമയം എത്ര നേരം താമസിക്കാം എന്നൊക്കെ കൃത്യമായി പറഞ്ഞെടുത്ത് പോലും സസ്യാഹാരം എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞത് യുക്താഹാരം എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ആടുമാടുകളെ ഭക്ഷിക്കാം. ഹൈന്ദവ സഹോദരങ്ങളുടെ വേദങ്ങൾ പറഞ്ഞത് ആടുമാടുകളെ ഭക്ഷിക്കാം തന്നെയല്ല ഇവിടെ പറഞ്ഞ്. ഇനി നോക്കൂ നിങ്ങൾ, മാത്രല്ല പശുവിനെ പോലും അറക്കാൻ പാടില്ല എന്നല്ല. പൂർവികരെ സംതൃപ്തപ്പെടുത്താൻ വേണ്ടി പൂജയിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ഭീഷ്മർ അതിന് കൊടുത്ത മറുപടി, പശുവിനെ നീ അറുത്ത് ബലിയറുത്താൽ 12 മാസവും 1 കൊല്ലത്തോളം നിന്റെ പൂർവികർ സംതൃപ്തരാവും എന്നാ മറുപടി പറഞ്ഞത്. ഇല്ലേ? ഇത് മറച്ചു വെക്കാൻ പറ്റുമോ? മറച്ചു വെക്കാൻ പറ്റുമോ? അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞു വന്നത്, നമ്മൾ ഇവിടെയാണ് ചില കാര്യങ്ങൾ തിരിച്ചറിയേണ്ടത്. പശുവിനെ അറക്കാൻ പാടില്ല, മാംസം കഴിക്കാൻ പാടില്ല, അറവ് നിരോധിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് മതത്തിൻ്റെ പേരിലാണെന്ന് പറയാൻ പറ്റൂല. ഹൈന്ദവതയുടെ പേരിലാണ് പറയുന്നതെന്ന് പോലും വിശ്വസിക്കാൻ നമ്മൾ പ്രയാസപ്പെടുകയാണ്. ഇനി നോക്കൂ നിങ്ങൾ, നമ്മുടെ ചർച്ചയുടെ ഒരു ഭാഗത നമ്മുടെ നാടും എന്നാണ്.
നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയാണല്ലോ. നമ്മൾ ഇന്ത്യക്കാരാണെന്ന കാര്യത്തിൽ അഭിമാനിക്കുന്നവരാണ് അല്ലേ? നമ്മൾ മാത്രമാണോ? നമ്മുടെ പൂർവികരും അങ്ങനല്ലേ? ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തേക്ക് കടന്നു വന്ന് ഈ രാജ്യത്തിൻ്റെ ആധിപത്യം അവരുടെ കയ്യിലായല്ലോ. രാജ്യത്തിൻ്റെ ആധിപത്യം അവരുടെ കയ്യിലായപ്പോൾ ബഹദൂർ ഷാ സഫർ അതിനെതിരെ സന്ധിയില്ല സമരം നടത്തിയവരായിരുന്നുവെന്ന് മുസ്ലിം സഹോദരങ്ങളും ഹൈന്ദവരും തോളോട് തോള് ചേർന്ന് തോളോട് തോള് ചേർന്ന് അതിശക്തമായ സമരപരിപാടികൾ നടത്തിയല്ലോ. മുസ്ലിം സഹോദരങ്ങളെന്നും അതിൻ്റെ മുമ്പിലുണ്ടായിരുന്നല്ലോ. ബഹദൂർ ഷാ സഫർ ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ല സമരം നടത്തിയ മുസ്ലിം ഭരണാധികാരികളിൽ പ്രധാനപ്പെട്ട ആളാണല്ലോ ബഹദൂർ ഷാ സഫർ. ബഹദൂർ ഷാ സഫറിനെ ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ടുപോയി അന്തമാനിലേക്ക് പിടിച്ചുകൊണ്ടുപോയല്ലോ. അന്തമാനിൽ വെച്ചാണ് തൂക്കിലേറ്റുന്നത്. ബഹദൂർ ഷാ സഫറിനെ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ ബഹദൂർ ഷാ സഫർ ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ ഇന്ത്യയുടെ മണ്ണിൽ നിന്നൊരു പിടി മണ്ണ് വാരിയിട്ടാ പോയത്. ബഹദൂർ ഷാ സഫറിനെ തൂക്കിലേറ്റാൻ തീരുമാനിച്ചു. ബഹദൂർ ഷാ സഫറിനോട് ബ്രിട്ടീഷുകാർ ചോദിച്ചു, നിങ്ങളുടെ അന്ത്യാഭിലാഷം എന്താണ്? ഏതൊരാളെ തൂക്കിലേറ്റാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് അയാളുടെ അന്ത്യാഭിലാഷം എന്തെന്ന് ചോദിക്കാറുണ്ടല്ലോ. ബഹദൂർ ഷാ സഫറിനോട് ചോദിച്ചപ്പോ ബഹദൂർ ഷാ സഫർ പറഞ്ഞതെന്താ? എനിക്ക് എൻ്റെ രാജ്യമായി ഇന്ത്യയിൽ മരിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് സാധിച്ചില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ തൂക്കിലേറ്റിയാൽ എനിക്ക് കുഴിമാടമുണ്ടാക്കുമല്ലോ. നിങ്ങൾ എൻ്റെ ശരീരം ഖബറടക്കം ചെയ്യാൻ നിങ്ങൾ കുഴിമാടമുണ്ടാക്കൂലേ, ഖബറുണ്ടാക്കൂലേ? നിങ്ങൾ ആ കുഴിമാടത്തിലേക്ക് ഈ ഒരു കയ്യിലുണ്ടായിരുന്ന ഒരു പിടി മണ്ണ്, ഖബറിൽ സൂക്ഷിച്ചിരുന്ന ഒരു പിടി മണ്ണ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ ഖബറിനടിയിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ മണ്ണിൽ കിടക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് എൻ്റെ ഖബർ കുഴിച്ചാൽ ഈ മണ്ണ് നിങ്ങൾ എൻ്റെ ഖബറിൽ വിതരണം. എൻ്റെ രാജ്യത്തെനിക്ക് മരിച്ചു കിടക്കാനും കഴിഞ്ഞില്ലെങ്കിലും ഞാൻ കിടക്കുന്ന മണ്ണെങ്കിലും എൻ്റെ രാജ്യത്തിൻ്റെ മണ്ണാകട്ടെ എന്ന് പറഞ്ഞാണ് ബഹദൂർ ഷാ സഫർ അന്ത്യാഭിലാഷം അറിയിച്ചത് ബ്രിട്ടീഷുകാരെ. ഞാൻ പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ആളുകളാണ് നമ്മളെന്ന് പറയുന്നതിൽ, ഇന്ത്യക്കാരാണ് നമ്മളെന്ന് പറയുന്നതിൽ നമ്മൾ അഭിമാനിക്കുകയാണ്. നമ്മൾ അഭിമാനിക്കുന്ന മാത്രമല്ല, ഹുബ്ബുൽ വത്നി മിനൽ ഈമാൻ, ജനിച്ച രാജ്യത്തോടുള്ള സ്നേഹം ഈമാനിൻ്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച മതമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ. അതുകൊണ്ട് നമ്മൾ പറയുന്നു, നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പറയുന്നതിൽ നമ്മൾ അഭിമാനിക്കുന്നു. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്ത്യ രാജ്യത്തെക്കാരാണെന്ന് പറയുന്നതിൽ നമ്മൾ അഭിമാനിക്കുന്നതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ ഒന്ന് നാനാത്വത്തെ ഏകത്വമെന്ന സുഖം വളരെ വളരെ സുന്ദരമായ ഇന്ത്യയുടെ ആശയമാണ്. നാനാത്വത്തിൽ ഏകത്വം. എന്താ ഈ രാജ്യത്തിൻ്റെ നിയമം? ഏതു മതസ്ഥർക്ക് ജീവിക്കാനും അവരുടെ മതം പ്രാക്ടീസ് ചെയ്യാനും അവരുടെ മതാശയങ്ങൾ പ്രചരിപ്പിക്കാനും ആ മതത്തിൻ്റെ തത്വങ്ങളനുസരിച്ച് ജീവിക്കാനുമുള്ള സാഹചര്യമുള്ള ഒരു നാടാണ് ഇന്ത്യ. ലോകരാജ്യങ്ങൾക്കിടയിൽ മതേതരത്വത്തിൻ്റെ കാര്യത്തിൽ തല ഉയർത്തി നിന്നിരുന്ന രാജ്യത്താണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. മതത്തിൻ്റെ പേരിൽ ആളുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈന്ദവ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, മറ്റു മത സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് മതത്തോടുള്ള സ്നേഹമല്ല, ഹൈന്ദവതയോടുള്ള സ്നേഹമല്ല. ചില ആളുകൾ ഉദ്ദേശിക്കുന്ന ചില ഹിഡൻ അജണ്ടകൾ നടപ്പിൽ വരുത്താൻ നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി സ്നേഹം തകർത്ത് മതത്തിൻ്റെ പേരിൽ വർഗീയതയുണ്ടാക്കി രാജ്യത്തെ ചില മുതലെടുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്ന ചില ആളുകളുടെ തന്ത്രങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണേ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. വെള്ളിയാഴ്ചയായതുകൊണ്ട് ദീർഘമായി സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ ഈ രാജ്യത്തെ ഹൈന്ദവ സഹോദരങ്ങളോട് നമ്മൾ തമ്മിലുണ്ടായിരുന്നതായ സ്നേഹമെന്ന് പറയുന്നത് അതേതെങ്കിലും കാലത്ത് ഏതെങ്കിലും അവസ്ഥയിലേക്കുണ്ടായതല്ല. നമ്മുടെ പൂർവികന്മാരെങ്ങനെയല്ലേ നമ്മളെ പഠിപ്പിച്ചത്? മഹാത്മാഗാന്ധിയും അതേപോലെ മൗലാന മുഹമ്മദ് അലി ജൗഹറും തോളോട് തോള് ചേർന്നാണ് ഹിന്ദു മുസ്ലിങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ജയിച്ചടക്കിയ ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കാൻ വേണ്ടി തോളോട് തോള് ചേർന്ന് ഒരുമിച്ചു നിന്ന് പ്രവർത്തിച്ചത്. ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ടുപോയല്ലോ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെയും അതേപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരനെയും പിടിച്ചുകൊണ്ടുപോയല്ലോ. പിടിച്ചുകൊണ്ടുപോയി ജയിലിലടച്ചല്ലോ. ജയിലിലടച്ചപ്പോഴാണ് അവരുടെ ഉമ്മയായ ബിയുമ്മ എന്ന് പറയുന്ന പെണ്ണ് പൊന്നു മക്കളെ കാണാൻ ജയിലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവെന്ന വിവരം മഹാത്മാഗാന്ധി അറിഞ്ഞപ്പോഴാണ് മഹാത്മാഗാന്ധി ബിയുമ്മയോട് പറഞ്ഞത്, ബിയുമ്മ അങ്ങ് പോകരുത്, മഹാത്മാഗാന്ധി പോകരുത് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? ബിയുമ്മ ജയിലിലേക്ക് ചെന്നാൽ
എന്നാൽ പൊന്നുമക്കളുടെ അവസ്ഥ കാണുമ്പോൾ ഒരു പക്ഷേ ഭീമ മാതാവല്ലേ, മാതാവിന്റെ ഹൃദയം എപ്പോഴും പൊട്ടിപ്പോകുമല്ലോ. ജയിലറയിൽ കിടക്കുന്ന കുഞ്ഞുമക്കളുടെ അവസ്ഥ കാണുമ്പോ ഭീമ പൊട്ടിക്കരഞ്ഞേക്കാം, ഒരു പക്ഷേ കരഞ്ഞേക്കാം. ഉമ്മയെ കാണുമ്പോ മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെയും സഹോദരന്റെയും വീര്യം ചോർന്നു പോകുമോ എന്ന് ഭയപ്പെട്ടാണ് അങ്ങോട്ട് പോകരുത് എന്ന് ഗാന്ധിജി ഭീമയോട് പറഞ്ഞത്. ഭീമ തിരിച്ചു ചോദിച്ചു ഗാന്ധിയോട്, അല്ല പ്രിയപ്പെട്ട മഹാത്മജി, അങ്ങനോട് എന്തുകൊണ്ടാ മക്കളെ കാണാൻ പോകരുതെന്ന് പറഞ്ഞത്? അപ്പൊ പറഞ്ഞു, ഒരു പക്ഷേ അവർ അങ്ങയെ കാണുമ്പോ അവർ ജയിൽ മോചിതനാകാൻ ആഗ്രഹിച്ചു വന്നേക്കാം. ഇന്ത്യ രാജ്യത്തെ മോചനത്തിന് വേണ്ടി സമരം ചെയ്തതിന്റെ പേരിൽ അവർ ജയിലിലടക്കപ്പെട്ടത്. അതുകൊണ്ട് അങ്ങോട്ട് പോകരുവരുടെ വീര്യം ചോർന്നു പോകാതിരിക്കാനാ ഞാൻ പോകരുതെന്ന് പറഞ്ഞത്. അപ്പോഴാണ് ഭീമ എന്ന പെണ്ണ് പറഞ്ഞത്, മനസ്സിലാക്കണം എൻ്റെ പ്രിയമുള്ളവരെ, ആരും മറന്നാലും ചരിത്രത്തെ മാറ്റി എഴുതാൻ ശ്രമിച്ചാലും ആ വചനങ്ങൾ അന്തരീക്ഷത്തിൽ തലം കെട്ടി നിൽക്കുന്നുണ്ട്. ഭീമ പറഞ്ഞു, മഹാത്മജി, ഞാൻ എൻ്റെ മക്കളോട് പോയി പറയാൻ, ഞാൻ എൻ്റെ മക്കളെ അവരുടെ ഭീരുത്തവരുടെ ധൈര്യം ചോർത്താൻ വേണ്ടി പോവുകയില്ല. ഞാൻ ജയിലിലേക്ക് ചെല്ലുന്നത് എൻ്റെ പൊന്നു മക്കളോട് പറയാനാണ്. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ലഭിക്കുന്നവരെ ജയിലിൽ കിടക്കേണ്ടി വന്നാലും, മരണം വരെ ജയിലിൽ കിടക്കേണ്ടി വന്നാലും, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമാവണം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയാനാണ് ഞാൻ പോകുന്നത്. ജയിൽ മോചിതനായി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു ഉമ്മായുടെ അടുത്തേക്ക് വരണമെന്ന് പറയാനല്ല എന്ന് പറഞ്ഞ ഭീമ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എൻ്റെ സഹോദരങ്ങളോട്, തോളോട് തോളു തെറിഞ്ഞല്ലേ നമ്മൾ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. എൻ്റെ സുന്ദരമായ ജീവിതമായിരുന്നു ഈ കാലം അത്രയും നമുക്കിടയിൽ ഉണ്ടായത് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, പള്ളിയിൽ 5 മണിക്ക് സുബഹി ബാങ്ക് കൊടുക്കുന്ന പള്ളിയിലേക്ക്, ആ പള്ളിയുടെ കോമ്പൗണ്ടിനോട് ചേർന്നാണ് ഹൈന്ദവ സഹോദരന്റെ അമ്പലമുള്ളത്. ആ പള്ളിയിലേക്ക് ബാങ്ക് കൊടുക്കാൻ പോകുന്ന